ഡിഗ്രി വരെ പഠിച്ചത് ഒരു ലാസ്റ്റ് ബെഞ്ച് കുട്ടിയായിട്ടാണ്. കാരണം പഠിക്കുന്ന കുട്ടികളെ എല്ലാവർക്കും വേണ്ടു, അല്ലാത്തൊരു ആർക്കും വേണ്ട. കാരണം പഠിക്കുന്ന കുട്ടികൾ ടീച്ചർ പറയുന്നു പഠിക്കുന്നു, പക്ഷെ ഞങ്ങളെ പോലെ ബാക്ക് ബെഞ്ച് എടുക്കുന്നത് ടീച്ചർ അവരെ നോക്കും, നമ്മളെ ആവശ്യമില്ല, അങ്ങനെയായിരുന്നു. ഇതിൽ എല്ലാവരും ഒറ്റയ്ക്ക് ശ്രദ്ധ കൊടുക്കേണ്ട ആവശ്യമാണ്. 10 കുട്ടികൾ ഒരുമിച്ചെടുത്തിട്ട് നമുക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. നമ്മൾ ഓരോ കുട്ടീനെയും അവരുടെ കഴിവുകൾ എന്തൊക്കെയാണ്, അവരുടെ പറ്റാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ക്ലാസ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കുട്ടികളെ എല്ലാവരും നമ്മുടെ മക്കളെ പോലെ തന്നെ നമുക്ക് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതായത് ഇത് പഠിക്കുന്ന കുട്ടി, ഇത് പഠിക്കാത്ത കുട്ടി, അങ്ങനെ ഭാഗത്തിരിവ് വരില്ല. ആ ഒരു ചിന്തയെ പോകും നമ്മുടെ കയ്യിൽ നിന്ന്. ഞാൻ ടീച്ചർ തന്നെ ആയിരുന്നു, പക്ഷേ ഇത് പഠിച്ചപ്പോൾ കുറച്ചും കൂടി കുട്ടികളെ ബെറ്റർ ആക്കിയിട്ട് കൈകാര്യം ചെയ്യാൻ എനിക്ക് സാധിക്കുന്നുണ്ടെന്ന വിശ്വാസം. ഈ മോണ്ടിസോറി മെത്തേഡ് എല്ലാ സ്കൂളിലും കൊണ്ടുവന്നാൽ നമ്മുടെ മക്കൾക്ക് ശ്രദ്ധ വർദ്ധിപ്പിക്കാനുള്ള പല കാര്യങ്ങളും ചെയ്യിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കൊരു കുട്ടികൾക്ക് ശ്രദ്ധ വരുന്നുണ്ട്, ഒതുങ്ങിയിരിക്കാൻ അറിയുന്നുണ്ട്, പിന്നെ ആരും ബാക്കിലേക്ക് പോകുന്നില്ല, എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് ഏകോപിച്ച് ഒരു പ്രവർത്തനം നടത്താൻ സാധിക്കും. യൂട്യൂബിലൂടെ നമ്മൾ വീഡിയോ ആഡ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേർക്ക് പ്ലേസ്മെൻറ്റ് കിട്ടിയതും കുറേ പേര് നല്ല അനുഭവങ്ങൾ കണ്ടപ്പോൾ ഓക്കെ ശരി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയായിരിക്കും മോണ്ടിസോറി. ഞാൻ ചെറുപ്പം മുതലേ മോണ്ടിസോറി പഠിക്കണമെന്ന് ആഗ്രഹിച്ചായിരുന്നു. അന്ന് നമുക്ക് പഠിക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. ഇപ്പോൾ ദൈവാനുഗ്രഹം ജോലിയുള്ളതുകൊണ്ട് പഠിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊന്ന് പഠിച്ച് നോക്കണം. മറ്റും ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് വേണ്ടതൊക്കെ ഞാൻ നേടിയെടുത്തുകൊണ്ടിരിക്കുകയാണ്.